പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലൂടെ ഒരിക്കൽ കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ക്ഷണിച്ച ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിന്മാരോടും അതുപോലെ തന്നെ ഈ സമയം വചനം ശ്രവിപ്പാൻ വേണ്ടി ആയിരിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദിയെ നിമിഷം ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും ദൈവം സൂക്ഷിച്ചു തോർത്തൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയാണ്. വീണ്ടും ദൈവം ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ഈ രീതിയിൽ അടിനെയും അനേക പേരോടൊപ്പം തന്നെ പ്രയോജനപ്പെടുന്നോർത്തൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മെ എല്ലാവരും ഹല്ലേലൂയ ദൈവം നമ്മെ എല്ലാവരും വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിൽ നാം ഹല്ലേലൂയ അബലത്തോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കാവുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്കൊരു നിമിഷം ഈ വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവകരങ്ങളിലേക്ക് ഈ വായിച്ച വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നാഥ. ഈ വചനം ശ്രവിപ്പാൻ അനേക പേരെ സ്വർഗം സഹായിക്കുന്ന വിധങ്ങൾക്ക് നന്ദി പറയുന്നു. അടിനെ ഇത് ശുശ്രൂഷിപ്പാൻ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിനെ നാവിനെ ബലപ്പെടുത്തണമേ കർത്താവെ. സാങ്കേതികമായ എല്ലാ ഹല്ലേലൂയ സ്തോത്രം സകല തടസ്സങ്ങളും സ്വർഗം ഈ നിമിഷം മാറ്റുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ദൈവം ഹല്ലേലൂയ അതിൻ്റെ ദൂതുകൾ നൽകിയതുപോലെ തന്നെ അനേക പേരിലേക്ക് പകരുവാൻ അടിനെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന സമയം വരെയും അടിങ്ങളെല്ലാവരും ദൈവം സൂക്ഷിക്കണം. സന്നിധിബോധത്തോടെ അകരത്തോടെ സ്വർഗം സഹായിക്കണം. വിടുതലിനെ കരച്ചാലിപ്പിക്കണം. വചനത്താൽ വിടുതലുണ്ടല്ലോ നാഥ, പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ആ വചനത്താലുള്ള വിടുതൽ ഈ സമയം ഞങ്ങളെല്ലാവരും അനുഭവിച്ചറിയുവാൻ സ്വർഗം ഇടയാക്കി തീർക്കണം. പിന്നെയും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കട്ടെ. ശുശ്രൂഷിപ്പാടിൻ്റെ നാവിനെ നീ ബലപ്പെടുത്തണം. ദൈവത്തിൻ്റെ കര ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവ സാന്നിധ്യത്തെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനെ ലീഡ് ചെയ്യണം. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു കർത്താവിനുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. വചനം ഒരിക്കൽ കൂടി വായിക്കുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ഈ യോഹന്നാൻ്റെ 16-ന്റെ ആദ്യ ഭാഗം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു കേട്ടുണ്ട്. കർത്താവിനെ, യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചോ? അതെ, ഞങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നു, ഞാൻ കടന്നു വന്നു, ഞങ്ങളുടെ ഫാമിലി കടന്നു വന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധനയ്ക്കെല്ലാം കടന്നു പോകുന്നതോടൊപ്പം തന്നെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കും, നാം ക്രിസ്തുവിനെ എന്തായി സ്വീകരിച്ചു. വചനം പറയുന്നു, നാം നാവ് കൊണ്ട് രക്ഷകനും നാഥനുമായി ഏറ്റു പറയണം. അത് നിമിത്തം നാം തിരഞ്ഞെടുത്തു, ഇല്ലെങ്കിൽ ഈ മാർഗത്തെ നാം സ്വീകരിച്ചു, നാം സ്വന്തമായി സ്വീകരിച്ചു എന്ന് ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം ഇവിടെ ഇടപെടുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമ്മെ നയിക്കുന്നവനായ ക്രിസ്തു, നമ്മുടെ രക്ഷകനായ ക്രിസ്തു, വചനത്തിൽ എഴുതിയിരിക്കുന്നത് ആമേൻ, ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ ഭൂമിയിൽ നാം നോക്കുമ്പോൾ അനേകം നേതാക്കന്മാരുണ്ട്. പലരെയും നാം എന്ത് ചെയ്യുന്നു? ഒരു പറ്റം ആളുകൾ കൂടി ചേർന്ന്
വോട്ടെടുപ്പിലും മറ്റും നേതാക്കന്മാരെ ഭൂമിയിൽ ലോകത്തിൽ ഭരിക്കുന്നതിന് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന ഒരു അനുഭവമാണ് നാം കണ്ണാലെ കാണുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ എന്താണ് പറയുന്നത്? ഭരിക്കപ്പെടേണ്ടുന്ന വ്യക്തികൾ തങ്ങളെ ഭരിക്കുന്നവരെ എന്തു ചെയ്യുന്നു? സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുന്നു. അധികം ആളുകൾ, കൂടുതൽ ജനം ആരുടെ ഭാഗത്താണോ നിൽക്കുന്നത് അവരെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? നേതാവിനെ തിരഞ്ഞെടുക്കുകയല്ല, ക്രിസ്തു എന്ന നേതാവിനെ നാം ദൈവമക്കൾ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം ദൈവസ്ഥാനത്തിലായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇടപെടുന്നു. അതായത് ക്രിസ്തു ഒരു രക്ഷകനായിട്ട്, നമ്മുടെ രക്ഷകനാണല്ലോ എന്ന് നാം വചനം ശ്രവിക്കും, സുവിശേഷം കേൾക്കും ചെയ്തിട്ട് ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം ദൈവസ്ഥാനത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ ചിന്ത നമുക്ക് വെടിയാം. നാം തിരഞ്ഞെടുത്തു എന്നല്ല, അവൻ നമ്മെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ടു. വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നാം ഭൂമിയിലോ ലോകത്തിലോ ഒരു കൂട്ടം ജനങ്ങളുടെ ഇഷ്ടത്തിന് തങ്ങളെ ഭരിക്കേണ്ടതിന് നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട പോലെയല്ല ക്രിസ്തു നാം എല്ലാം തിരഞ്ഞെടുത്തത്. ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഓർക്കണമേ, അടുത്തതായിട്ട് നാം നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭരിക്കേണ്ടതിന് വിവിധ പോസ്റ്റുകളിൽ ഓരോ പേരുകൾ ഇട്ടുകൊണ്ട് ഓരോ നേതാക്കന്മാർ ഒരു സീറ്റ് കൊടുത്തിരുത്തിയിരിക്കുന്നു, ഓരോ വകുപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ അതിൻ്റെതായ യോഗ്യതകളും മാനദണ്ഡങ്ങളും കണ്ടെത്തിക്കൊണ്ട് അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ സ്തോത്രം തന്നെ അനുഗമിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ദൈവജനത്തിന് ചില യോഗ്യതകൾ ഇവിടെ നാഥൻ തന്നെ അഥവാ ലീഡർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് ഏതാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. പ്രൈസ് ലോർഡ്. അതിന് ആധാരമായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 31 വരെ ഇപ്രകാരം വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറിയില്ല, ബലവാന്മാർ ഏറിയില്ല, കുലീനന്മാരും ഏറിയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അതായത് ഈ ക്രിസ്തു തന്നെ അനുഗമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ലീഡർ തന്നെ, നേതാവ് തന്നെ അനുയായികളെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇതിന്റെ യോഗ്യത എന്താ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂമിയിലോ ലോകത്തിലോ കാണുന്ന പോലെ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഇരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലുതായ ഒരു യോഗ്യതയല്ല ഇവിടെ പറയുന്നത്. പ്രിയരെ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. കണ്ടോ, നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിന് വേണ്ടി ദൈവം നമ്മിൽ കണ്ടിട്ടുള്ള യോഗ്യത എന്താണ്? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി നമ്മെ തിരഞ്ഞെടുത്തു. അടുത്തതായിട്ട് ഇപ്രകാരം പറയുന്നു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. കണ്ടോ, ഒരു കാലത്ത് നാം ആരായിരുന്നു? ബലഹീനരായിരുന്നു. ആ ബലഹീനരായിരുന്ന നമ്മെ ബലമുള്ളതിനെ, ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ നാം ഏതുമില്ലാത്ത എന്ത് ചെയ്തു? നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്ത തിരഞ്ഞെടുത്തു. കണ്ടോ, ഒരു കാലത്ത് നാം എന്ത് ചെയ്തു? ഒന്നുമില്ലാത്തവരായിരുന്നു. കുലമഹിമയോ ഒന്നും ഏതുമില്ലാത്ത നമ്മെ എന്തു ചെയ്തു? ദൈവം ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു തന്നെ. അതായത് നാം ക്രിസ്തുവിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് യാതൊന്നും അഹങ്കരിക്കുവാനും ഒന്നുമില്ല. പ്രിയരെ, ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനേക നന്മകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ കാണുക ദൈവം നൽകി തരും. എന്നാൽ പ്രൈസ് ലോർഡ്, അവരുടെ മധ്യേ ഹല്ലേലൂയ നാം എന്തെങ്കിലും ഒന്ന് നേടിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും പ്രശംസിപ്പാൻ നമുക്ക് വകുപ്പില്ല. കാരണം നമ്മെ തിരഞ്ഞെടുത്ത നമ്മുടെ പ്രാണനാഥനായ ക്രിസ്തു നമ്മെ തിരഞ്ഞെടുക്കാൻ കണ്ട ചില യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം എന്തായിരുന്നു? ഭോഷത്വമുള്ളവരായിരുന്നു, ബലഹീനരായിരുന്നു, നികൃഷ്ടന്മാരായിരുന്നു, ഏതുമില്ലാത്തതായിരുന്നു, കുലഹീനമായിരുന്നു. ഇപ്രകാരമുള്ള നമ്മെ അത്തരത്തിലുള്ള യോഗ്യത
യോഗ്യതയുള്ള നമ്മെയാണ് ക്രിസ്തുവിങ്കിലേക്ക് തെരഞ്ഞെടുത്തത്. എന്നാൽ ക്രിസ്തുവിന് വന്നതിന് ശേഷം, ക്രിസ്തുവിനായതിനു ശേഷം നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഹല്ലേലൂയ ഭൂമിയിൽ കാണുന്ന ഒരു നന്മയ്ക്കും ഒന്നും നമുക്ക് പ്രശംസിപ്പാനില്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. അതെല്ലാം എവിടേക്ക് കൊടുക്കണം? നാം ക്രിസ്തുവിലായിരിക്കണം നാം പ്രശംസിക്കേണ്ടത്. കാരണം ഇപ്രകാരം എഴുതിക്കുന്നു, ദൈവസന്നിധിയിൽ ഒരു ജഡവും സ്വന്തം കഴിവ് കൊണ്ട് വന്നു എന്ന് പറയാതിരിപ്പാൻ തക്കവണ്ണം ഏതുമില്ലാത്തതിന് സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? നമ്മുടെ ജഡം പ്രശംസിക്കരുത്. നമ്മുടെ പ്രശംസ എന്തിലായിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം എന്ന് ദൈവം നമ്മെ ഓർപ്പിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളോ അവനാൽ ക്രിസ്തുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണം വീണ്ടെടുപ്പുമായി തീർന്നു. അതായത് ഒരു കാലഘട്ടത്ത് ഭോഷത്വമായതും നികൃഷ്ടന്മാരും അതുപോലെ തന്നെ കുലഹീനമായിരുന്ന നമ്മെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഹല്ലേലൂയ നമുക്ക് എന്തു തന്നു? നാം ഇപ്പോൾ ആരിലിരിക്കുന്നു? ക്രിസ്തു യേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് എന്തൊക്കെ നൽകി തന്നു? ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും നൽകി തന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവമാണ്, ക്രിസ്തുവാണ് ദൈവത്തിങ്കിൽ നിന്നും നമുക്ക് എന്ത് നൽകി തന്നത്? ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഒരു ജഡവും ക്രിസ്തുവിൽ കടന്നു വന്ന ഒരു ജഡവും നമുക്ക് കുറച്ച് പാടുവാൻ കഴിവോ, ഇല്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിവോ, അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു വ്യക്തിയുടെ രോഗം വന്നത് ഹല്ലേലൂയ അത് മാറ്റുവാൻ എന്തെങ്കിലും ഒരു കൃപാവരമോ നമുക്ക് ലഭ്യമായത് കൊണ്ട് ഒരിക്കലും അഹങ്കരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ജഡത്തിൽ ഞാൻ ഇന്നത് ചെയ്തു എന്ന് നമുക്കൊരിക്കലും പ്രശംസിപ്പാൻ വകുപ്പില്ല പ്രിയരെ. കാരണം ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് യഹോവയെങ്കിൽ നിന്നും ദൈവത്തെങ്കിൽ നിന്നും ക്രിസ്തു നിമിത്തമാണ് ഈ നന്മകൾ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതോടൊപ്പം ഹല്ലേലൂയ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ഒന്നും കൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു കാലഘട്ടത്ത് ജഡത്തിലായിരുന്ന ഈ ഭൂമിയിൽ ലോകത്തിൽ ഇപ്രകാരം ഈ വിഷയങ്ങളുടെ ഇത്തരം യോഗ്യത, അതായത് നമ്മുടെ യോഗ്യത എന്ന് പറയുമ്പോൾ തന്നെ ഒരു യോഗ്യതയുമില്ലാത്തവരായിരുന്നു നമ്മൾ. ക്രിസ്തുവാണ് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ 2 കൊരിന്ത്യർ 5:17 ഇപ്രകാരം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായയാൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. പഴയത് കഴിഞ്ഞു പോയി പ്രിയരെ. അതിനാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, നമ്മുടെ ലീഡർക്ക് ചില യോഗ്യതകളുണ്ട്. ഹല്ലേലൂയ യോഗ്യതയില്ലാത്ത അനുഗമിക്കുവാൻ നമ്മെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ, എന്നാൽ നമ്മെ തിരഞ്ഞെടുത്ത ലീഡർക്ക് ഇവിടെ ചില യോഗ്യതകളുണ്ട്. അതുകൊണ്ട് ക്രിസ്തു നമ്മോട് പറയുകയാണ്, ഒരുവൻ 2 കൊരിന്ത്യർ പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. അതായത് നാം ക്രിസ്തുവിലാണെന്ന് അഭിമാനിക്കുമ്പോൾ നമ്മുടെ ലീഡറിൻ്റെ ഹല്ലേലൂയ നമ്മുടെ നേതാവായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ ഉണ്ടോ? നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ക്രിസ്തുവിൻ്റെ യോഗ്യത? ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1:12 മുതൽ ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കേട്ടോ ഹല്ലേലൂയ. നേരത്തെ സ്തോത്രം കൊരിന്ത്യരിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം എപ്രകാരമാണ് നമ്മെ വിളിച്ച് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് നമ്മെ അനുഗമിക്കുന്നവരാക്കി തീർത്തത് എപ്രകാരമാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ ഏതൊരു നേതാവും തൻ്റെ ഹല്ലേലൂയ ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ വാദിച്ച് ജയിച്ച് അല്ലെങ്കിൽ ഫണ്ട് മറ്റും അനുവദിക്കുന്നത് പോലെ തന്നെ ഇവിടെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരമാണ് കൊടുത്തത്.
ചെയ്യുന്നത്. കണ്ടോ, ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ ഭൂമിയിൽ ഒരു നേതാക്കന്മാരും ചെയ്യാതിരിക്കുന്ന ചില കാര്യങ്ങൾ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നു. അതായത് സ്വന്തം മക്കളായി തീരുവാനുള്ള ഒരു അധികാരം. തൻ്റെ പദവി ഒരിക്കലും ഒരു നേതാവ് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയില്ല പ്രിയരെ, തൻ്റെ സീറ്റ് കൊടുക്കുകയില്ല. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ നോക്കൂ, തൻ്റെ സീറ്റ് കൊടുക്കുക മാത്രമല്ല, സ്വന്തം മക്കളായി തീരുവാനുള്ള ഒരു അധികാരം നൽകി കൊടുക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ഇവിടെ കാണാം. അതാണ് നമ്മുടെ നേതാവിൻ്റെ ഒരു ഗുണം. ഹല്ലേലൂയ, ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഹല്ലേലൂയ, ഈ ഭൂമിയിൽ പുരുഷന്റെ ഇഷ്ടത്താലും ജഡത്താലും ജനിച്ച നമ്മെക്കുറിച്ച് ക്രിസ്തു ഇപ്രകാരം ഇവിടെ പറയുന്നു. വചനം ഇപ്രകാരം പറയുന്നു, അവർ ജഡത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പുരുഷന്റെ ഇഷ്ടത്താലോ ജനിച്ചവരായിരിക്കാം, പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് അവനെ വിശ്വസിച്ച് ക്രിസ്തു എൻ്റെ രക്ഷകൻ എന്ന് നാം നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമുക്ക് എന്ത് അധികാരമാണ് അവൻ നൽകിയത്? ദൈവമക്കളാകുവാൻ അധികാരം നൽകി. അതായത് ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇപ്രകാരം നാവ് കൊണ്ട് നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുകയാണെങ്കിൽ പ്രിയരെ, അവർ ജനിച്ചത് എപ്രകാരമാണെന്ന് പറയുന്നു? ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇവിടെ നമുക്കറിയാം, ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ജനനമാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. തൊണ്ടയ്ക്ക് ചെറിയതായ പ്രയാസങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ആത്മാവ് കൊണ്ട് ഒരു ജനനമാണ് ഇവിടെ നമുക്ക് ദൈവം നൽകിയത്. ഒരു പ്രാവശ്യം പാപത്തിൽ നാം ഈ ഭൂമിയിൽ ലോകത്തിൽ ജനിച്ചുവെങ്കിൽ, പ്രൈസ് ഗോഡ്, ഇവിടെ ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തു എന്തു ചെയ്തു? നമുക്ക് ഒരു ഒരു അധികാരം കൂടി നൽകുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചു, ആത്മാവിനാൽ ജനിച്ചു. അതായത് ക്രിസ്തു ജനിച്ചത് എപ്രകാരമാണെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ വായിലെ ആ വാക്കുകൾ, വചനം ജഡമായി തീർന്ന് ജനിച്ചവനാണ് ക്രിസ്തു പ്രിയരേ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്തു അപ്രകാരം ജനിച്ചതുപോലെ ഭൂമിയിൽ ഈ പാപത്തിൽ ജനിച്ചു വീണ, അല്ലെങ്കിൽ പുരുഷന്റെ ഇഷ്ടത്താലും ജഡത്താലും രക്തത്താലും ജനിച്ചു വീണ നമുക്കും ദൈവം ഹല്ലേലൂയ സ്തോത്രം ഉയരത്തിൽ നിന്നുള്ളൊരു ജനത്തിന് പ്രകാരമാണ് അധികാരം തന്നിരിക്കുന്നത്. നാം ക്രിസ്തുവിനെ രക്ഷിതാവ് എന്ന് നാവ് കൊണ്ട് ഏറ്റുപറയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മേൽ കർത്താവ് തരികയാണ് പ്രിയരെ. അതുമാത്രമല്ല, ഹല്ലേലൂയ, ഇപ്രകാരം പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതായത് ക്രിസ്തു എപ്രകാരമാണ് ജീവിച്ചത്? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്ക് ചില ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ പാപത്തിൽ ജനിച്ച നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം എന്താണ്? ഹല്ലേലൂയ, നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്തപശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇതെല്ലാമാണ് ജഡത്തിന്റെ സ്വഭാവം. ഇത്തരത്തിലുള്ള ജഡത്തിന്റെ സ്വഭാവത്തോടു കൂടിയാണ് നാം ഈ ഭൂമിയിൽ ഈ ലോകത്ത് നാം എന്ത് ചെയ്യുന്നത്? ജനിച്ചു വീണത്. എന്നാൽ വചനത്താൽ ജനിച്ച, വചനം ജഡമായി തീർന്ന ക്രിസ്തുവിൻ്റെ പ്രത്യേകത യോഹന്നാനിൽ എഴുതിയിരിക്കുന്നു. എപ്രകാരമാണ്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രിയരെ, ഹല്ലേലൂയ, ഈ ജഡത്തിൽ ജനിക്കപ്പെട്ട നമ്മുടെ ഈ ജഡ സ്വഭാവങ്ങളെ തുടച്ചു നീക്കേണ്ടതിന് ആത്മാവിൻ്റെ ഒരു ജനനം നമ്മുടെ ഇടയിൽ ആവശ്യമാണ് പ്രിയരെ. ഈ ആത്മാവിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ ഏതുപോലെയാക്കി തീരുന്നതിന് വേണ്ടി ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ജീവിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം ആ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ് ഹല്ലേലൂയ ഇവിടെ ഒരു ആത്മാവിൻ്റെ ജനനം നമുക്കും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാത്തവരോട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം, നാം ഇത്തരം ജഡപ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുകയാണെങ്കിൽ ഒരു നിമിഷം നാം ചിന്തിക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഈ ജഡത്തിൻ്റെ ഇത്തരം സ്വഭാവങ്ങൾ
കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നന്മയ്ക്കായിട്ടല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഹല്ലേലൂയ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന ചില ജഡ സ്വഭാവങ്ങളാണ് ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത്. എന്നാൽ ഇതിൽ നിന്നുള്ള ഒരു വിടുതലും നമുക്ക് ക്രിസ്തു നൽകിയിരിക്കുന്നു. എപ്രകാരമാണ്? അവനെ വിശ്വസിച്ച് അവനെ നാം എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. ഹൃദയത്തിൽ വിശ്വസിച്ച് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് നാവ് കൊണ്ട് നാം ഏറ്റു പറയുമ്പോൾ ഈ പാപത്താൽ ജനിക്കപ്പെട്ട, ജഡത്താൽ, പുരുഷന്റെ ഇഷ്ടത്താൽ, രക്തത്താൽ ജനിക്കപ്പെട്ട നമുക്ക് ഈ ജഡ സ്വഭാവങ്ങളിൽ നിന്നും ഒരു വിടുതല് നമ്മുടെ നേതാവ് നമുക്ക് നൽകി തരികയാണ്. ഹല്ലേലൂയ. പ്രിയരേ, ഒരു നിമിഷം ഒന്നും കൂടി ചിന്തിക്കണമേ. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഭവനമില്ലെന്ന് പറയുമ്പോൾ, നമുക്ക് ഹല്ലേലൂയ വാഹനമില്ലെന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ നാം സഞ്ചരിക്കുന്ന റോഡ് ഇല്ലെന്ന് പറയുമ്പോൾ, നമുക്ക് മറ്റുള്ള സമൂഹത്തിൽ മറ്റുള്ള നന്മകൾ ഇല്ലെന്ന് പറയുമ്പോൾ, ഈ ഭൂമിയിൽ ലോകത്ത് അതാത് പോസ്റ്റുകളിലായിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടി വാദിക്കുകയും അവർ ചർച്ചകൾ നടത്തുകയും നേടിത്തരികയും ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ ഭൂമിയിൽ ഒരു നേതാക്കന്മാർക്കും നൽകി തരാൻ കഴിയാത്ത ചില ഹല്ലേലൂയ സ്തോത്രം വിഷയങ്ങളാണ് ഹല്ലേലൂയ ദൈവം ഇവിടെ സംസാരിക്കാൻ ഈ നിമിഷം ഹല്ലേലൂയ സ്തോത്രം എന്നെ ബലപ്പെടുത്തുന്നത്. പ്രിയരെ, അതിനാൽ ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ ഒരു നേതാക്കന്മാർക്കും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നു. ഇത്തരത്തിൽ ഈ ഗലാത്യ ലേഖനത്തിൽ വായിച്ച ചില വിഷയങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നാം ക്രിസ്തുവിനെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മനസ്സ് മാറുവാൻ, ഹല്ലേലൂയ എൻ്റെ ജഡ സ്വഭാവത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ ദൈവമേ ആവശ്യമാണ്. പ്രിയരെ, ഹല്ലേലൂയ സ്തോത്രം. അതിനാൽ ഹല്ലേലൂയ ക്രിസ്തുവേ, യേശുവേ, നീ എന്നെ സഹായിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നാം ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരാളത്വം പോലെ ഒരു വ്യക്തിത്വമാണെന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് ക്രിയ ചെയ്യുകയും ഹല്ലേലൂയ സ്തോത്രം നമ്മോട് ഇടപെടുകയും നമ്മെ ആ ജഡത്തിന്റെ വിഷയങ്ങൾ നമ്മെ വിടുവിക്കുകയും ചെയ്യുമെന്ന് ഈ നിമിഷം ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ. പ്രിയരെ, ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും വിഷയങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ, ഈ ഗലാത്യയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നാം ക്രിസ്തുവിലായിട്ടും ചില വിഷയങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ നിമിഷം സ്വർഗത്തിലെ ദൈവം നമുക്ക് വിടുതൽ തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവിങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ദൈവമേ, എങ്ങനെ പ്രാർത്ഥിക്കൂ? എൻ്റെ ദൈവമേ, ഇതുവരെ ഞാൻ ക്രിസ്തുവിൽ കടന്നു വന്നു, എന്നാൽ ചില ജഡത്തിന്റെ സ്വഭാവങ്ങളെ എനിക്ക് എന്നിൽ നിന്നും അകറ്റി മാറ്റുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ ആ ജഡത്തിന്റെ സ്വഭാവങ്ങൾ എടുത്തു മാറ്റി ദൈവത്തിൽ നിന്ന് ക്രിസ്തു ഞങ്ങളിലേക്ക് നൽകി തരുന്ന ആത്മാവിന്റെ, അതായത് ക്രിസ്തു എപ്രകാരം ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ജീവിച്ചോ, കൃപയും സത്യവും ഉള്ളവന് പോലെ ജീവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം നൽകി തരണമേ എന്ന് ക്രിസ്തുവിനോട് നിമിഷം പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും വരും നിമിഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ അതിന്റെ റിസൾട്ട് കാണുമെന്ന് സഹോദര സഹോദരി ഹല്ലേലൂയ ദൈവജനത്തിന്റെ മുൻപാകെ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ഗോഡ്. അത് മാത്രമല്ല ഹല്ലേലൂയ ഈ ക്രിസ്തുവിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ വചനപ്രകാരം ജഡമായി തീർന്ന ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ചില ഹല്ലേലൂയ ക്രിസ്തുവിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ചില ഗുണങ്ങളുണ്ട്. എന്താണ് ഗുണങ്ങൾ? ചില ആത്മാവിന്റെ ഹല്ലേലൂയ ആത്മാവിന്റെ ഫലമോ എന്ന് എഴുതിയിട്ട് ഗലാത്യ 22 ഹല്ലേലൂയ ഒരു 9 ഫലങ്ങളെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു. അതായത് ഹല്ലേലൂയ സ്തോത്രം നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഹല്ലേലൂയ സ്തോത്രം നല്ലതായാലും തീയതായാലും എല്ലാം നാം എന്ത് ചെയ്യണം? നമ്മുടെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് പ്രിയരെ. അതുകൊണ്ട് നാം ദൈവസന്നിധി നിൽക്കണം. കണക്ക് ബോധിപ്പിക്കേണ്ട നിൽക്കുന്ന ഒരു നാഴിക വരുന്നുണ്ട്. ഹല്ലേലൂയ. അതിനാൽ ദൈവമക്കളോട് എന്നെ കേൾക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം ഈ ആത്മാവിന്റെ ഫലം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ക്രിസ്തു
ക്രിസ്തുവിലാകുമ്പോൾ ഈ ആത്മാവിൻ്റെ ഫലം കടന്നു വരുമ്പോൾ ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒന്നോർക്കണമേ, ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ദോഷമല്ല നന്മയ്ക്കായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടേതായ അല്ലെ ബോഡിയുടെ ഓരോ പാർട്സുകളും എന്താണ്, ദിനം പ്രതി നശിച്ചു കൊണ്ടിരിക്കും. നാം നമ്മെ തന്നെ എന്തിനു നശിപ്പിക്കുന്നു? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ആത്മാവിന്റെ ഫലം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരട്ടെ. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണമില്ല. അതായത് അതിൽ വരുവാനുള്ള സ്തോത്രം ലോകത്തിലും ഇവിടെയും നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, ക്രിസ്തുവിന്റെ വചനം. അതിനാൽ തന്നെ നമുക്ക് ഈ നിമിഷം ദൈവത്തിൽ ജനിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു തീരുമാനം എടുക്കാം പ്രിയരെ. ഹല്ലേലൂയ സ്തോത്ര. തീരുമാനം എടുത്തവർക്കും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അതിൻ്റെതായ പൂർണ്ണതയിൽ കടന്നു പോകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നിശ്ചയമായും അത് ദൈവം നൽകി തരുമെന്ന് അറിയിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇത് മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുത്തവന്റെ ഹല്ലേലൂയ സ്തോത്രം വേറെയും ചില ഗുണങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തു ആരാണ്? ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആത്മാവിൽ നമ്മുടെ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന്റെ ജീവിതത്തിനും അല്ലെങ്കിൽ അതിന്റെ ജീവനും വേണ്ടി ഹല്ലേലൂയ നമുക്ക് എന്താണ്? ഭക്ഷണം ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ജീവന്റെ അപ്പം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്നതാണ് ക്രിസ്തു. അങ്ങനെയെങ്കിൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ നിമിഷം പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം ഇടപെടുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അതായത് ജീവന്റെ അപ്പമാണ് ക്രിസ്തു. ഈ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഉള്ളിൽ എന്ത് വരുമെന്നാണ് പറയുന്നത്? ജീവൻ വരുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ക്രിസ്തു ആരാണ്? സ്തോത്രം. ജീവന്റെ വെള്ളമാണ്. ജീവന്റെ വെള്ളം ക്രിസ്തുവിലുണ്ട് എന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുകയാണ് പ്രിയരെ. ഹല്ലേലൂയ സ്തോത്രം. അതായത് ഹല്ലേലൂയ സ്തോത്രം അവൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടാണെന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുകയാണ് പ്രിയരെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വരുന്ന ക്രിസ്തു ഹല്ലേലൂയ അവിടെ ശമര്യക്കാരായ സ്ത്രീയെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ക്രിസ്തു ആ ശമര്യ സ്ത്രീയോട് ചെന്ന് എനിക്ക് കുടിപ്പാൻ വെള്ളം തരേണം സ്തോത്രം എന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ശമര്യ സ്ത്രീ അവനോട് പറയാണ്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദർക്കും ശമര്യക്കും തമ്മിൽ സമ്പർക്കമില്ല എന്ന് പറയുന്നു. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കും, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഹല്ലേലൂയ സ്തോത്രം എന്നത്തെ കാലത്തേക്കും ഹല്ലേലൂയ ദാഹിക്കാതെ ഒരു വെള്ളം, നിത്യജീവന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ജീവനുള്ള വെള്ളം തരുന്നവനാണ് നമ്മുടെ ക്രിസ്തു. അതായത് നമുക്ക് ആത്മീയത്തിൽ ജീവിക്കുന്നതിനും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലനിൽക്കുന്നതിനും വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം ക്രിസ്തു നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ശമര്യക്കാരിയായ സ്ത്രീയോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ജീവനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ക്രിസ്തു അവിടെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം നിത്യജീവന്റെ മൊഴികൾ ക്രിസ്തുവിന്റെ പക്കലാണുള്ളത്. അതായത് വചനത്തിലാണുള്ളത് പ്രിയരെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമ്മെ തെരഞ്ഞെടുത്ത ഹല്ലേലൂയ ഭൂമിയിൽ ഹല്ലേലൂയ ജനങ്ങൾ കൂടി തങ്ങളുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മെ അനുഗമിക്കുന്നതിന് വേണ്ടി ഇവിടെ ക്രിസ്തു ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മെയാണ്, അനുഗമിക്കുന്നവരെയാണ് ഇവിടെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ സ്തോത്രം. ആ ക്രിസ്തു തിരഞ്ഞെടുക്കുക മാത്രമല്ല എന്നേക്കും ജീവിക്കുന്ന
നശിക്കുന്നതിനായി ഹാലലൂയ ഈ ജഡം ഹാലലൂയ സ്തോത്രം നമ്മുടെ ഈ ഭൂമി നശിക്കുന്നതിനോടൊപ്പം ഇല്ലെങ്കിൽ മരണത്തോടെ നമ്മുടെ ജഡം ഇവിടെ ഈ ശരീരം അവസാനിക്കുന്നു. ഹാലലൂയ സ്തോത്രം അവസാനിക്കുമ്പോൾ ഒരു നിത്യജീവൻ ആത്മാവിന് ഹാലലൂയ പ്രൈസ് ദി ലോർഡ് ആത്മാവിൻ്റെ ഒരു നിത്യജീവന് വേണ്ടി കരുതുന്ന ഹാലലൂയ ഒരു വെള്ളത്തിൻ്റെ കാര്യം ക്രിസ്തു ഇവിടെ ഹാലലൂയ ശമര്യക്കാരിയോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയരെ. എന്നാൽ ആദ്യമൊന്നും ഈ ശമര്യക്കാരിക്ക് അതിനെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഹാലലൂയ ഇപ്പോൾ വചനം കേൾക്കുന്നവരോട് പറയട്ടെ, ഒരു പക്ഷേ ഹാലലൂയ സ്തോത്ര ക്രിസ്തുവിൽ കടന്നു വരാത്തവരോ ദൈവത്തെ അറിയാത്തവരെ ആയിരിക്കാം ഈ വചനം കേൾക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇതിന് ആത്യന്തികമായ അതിൻ്റെ അന്തർലീനമായി കിടക്കുന്ന വിഷയങ്ങൾ നമുക്ക് ഒരു പക്ഷെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. അതുപോലെ തന്നെ ദൈവസന്നിധിയിലായിരിക്കുന്നവർക്കും ആ സ്തോത്ര പലർക്കും അതുപോലെ ആ ദൈവസന്നിധിയിൽ ആ വചനത്തിലെ പൂർണ്ണതയിൽ എത്താത്തവർക്കും എന്താണ് അതിൻ്റെതായ ആ ലക്ഷ്യം ഇല്ലെങ്കിൽ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ലായിരിക്കും പ്രിയരെ. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് ജീവന്റെ അപ്പം എന്നും നിത്യജീവന്റെ ആ വെള്ളം എന്നും പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആത്മാവിൻ്റെ ഒരു വിടുതല്, ആത്മാവിൻ്റെ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് പ്രിയരെ പറയുന്നത്. അതായത് ഹല്ലേലൂയ സ്തോത്രം നേരത്തെ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മരണത്താൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഈ ശരീരം ഈ അഴിഞ്ഞു പോയാലും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഒരു ആത്മാവിൻ്റെ ഒരു വീണ്ടെടുപ്പ് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിലൂടെ സാധ്യമാണ്. ഹല്ലേലൂയ അത് നാം എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ ഫലത്തോടെ നാം ജീവിക്കണം. ഹല്ലേലൂയ സ്തോത്രം നമ്മെ തെരഞ്ഞെടുത്ത നേതാവിൻ്റെ ഗുണഗണങ്ങൾ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ ക്രിസ്തുവിൽ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ ഫലം കായ്ക്കുന്നവരായി തീരണം. ആ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ആത്മാവിനാൽ നാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഉണ്ടെങ്കിലും ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ അടങ്ങി നാം ഇവിടെ ജനിച്ചു എങ്കിലും ഈ ജഡ സ്വഭാവങ്ങളെ ആത്മാവിനാൽ നാം എന്ത് ചെയ്യണം? അതിനെ ഓവർകം ചെയ്യണം. നമ്മുടെ ആത്മാവിൻ്റെ ഗലാത്യയിൽ പറഞ്ഞതുപോലെ ആത്മാവിൻ്റെ ഈ 9 ഫലങ്ങളുണ്ടല്ലോ, ആത്മാവിൻ്റെ ഫലമോ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഹല്ലേലൂയ സ്തോത്രം ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ട് ജഡത്തിന് ഇത്രയധികം ഒത്തിരി ജഡ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും നിത്യജീവന് വേണ്ടി എന്ത് ചെയ്യണം? നാം നമ്മുടെ ആത്മാവിനെ കരുതുന്നതിന് വേണ്ടി നമ്മുടെ ഭൂമിയിൽ ഈ ജഡം അവസാനിച്ചാലും ഈ ശരീരം പോയാലും നാം എന്ത് ചെയ്യും? പിന്നീട് ഒരു ജീവിതം ഉള്ളത് കൊണ്ട് അതിനു വേണ്ടി നമ്മുടെ ജഡസ്വഭാവത്തെ ആത്മാവിൻ്റെ ചില ഫലങ്ങളാൽ ആത്മാവിനാൽ നാം അതിനെ അടിച്ചമർത്തി ഭൂമിയിൽ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. ജഡത്തിലെ വചനത്തിൽ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ജഡത്തിലെയും ആത്മാവിനെയും സകല കന്മഷവും നാം എന്ത് ചെയ്യണം? നീക്കിക്കളയണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് അതിൽ ജയിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം ബിരുദ പ്രാപിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം ഒരുവൻ മാത്രം. ഹല്ലേലൂയ സ്തോത്രം പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിത്തീരണം. നാം ഭൂമിയിലാണ് ജീവിക്കുന്നത് എങ്കിലും ക്രിസ്തുവിൻ്റെ വചനത്താൽ നാം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നാം ഈ ഓടുന്ന ഈ ഓട്ടക്കളമുണ്ടല്ലോ, എങ്ങനെ നമുക്ക് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ കവർ ചെയ്യാം എന്ന് നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്കത് സാധിക്കില്ലെങ്കിൽ ഹല്ലേലൂയ ബിരുദ പ്രാപിക്കുന്നതിന് വേണ്ടി ആ ആത്മാവിൻ്റെ ഓട്ടത്തിന് ഹല്ലേലൂയ വേണ്ടി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് കൈക്കൊള്ളുകയും അതിനെ ധ്യാനിക്കുകയും വേണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയാണ്. അതാണ് ജീവനുള്ള വെള്ളം, നിത്യജീവൻ. നിത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുകയില്ല എന്നാണ് ഹല്ലേലൂയ സ്തോത്രം ആ വാക്ക് ഹല്ലേലൂയ പറയുന്നത്. നിത്യം എന്നും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം ആ നേതാവിനുള്ള ഗുണങ്ങളും ഹല്ലേലൂയ സ്തോത്രം ആ നേതാവിൻ്റെ ഗുണങ്ങളിലൂടെ സ്റ്റെപ്പ് വെച്ച് യാത്ര ചെയ്യുന്ന ഹല്ലേലൂയ സ്തോത്രം അണികളാണ് നമ്മൾ. ആ അണികളെ കുറിച്ച് നേതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഹല്ലേലൂയ നമുക്ക് പോകുവാനായിട്ട് പ്രിയരെ നമുക്ക് ഈ നിമിഷം തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതായത് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രൈസ് നേരത്തെ വായിച്ച ഭാഗ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഇപ്രകാരം പറയുന്നു, എന്തിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്,
ഫലം കായ്ക്കേണ്ടതിന് പ്രിയരെ 2 വിഷയങ്ങൾക്കാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എന്തിനാണ്? ഹല്ലേലൂയ, സ്തോത്രം. നാം നമ്മെ ഭരിക്കപ്പെടേണ്ടതിന് ഭൂമിയിൽ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ, നേതാക്കന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർക്ക് എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം അവരുടെ സീറ്റ് ഉറപ്പിച്ചു പോകണം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അവരെ ജയിക്കുവാൻ തക്കവണ്ണം നാം ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഇവിടെ നമ്മുടെ നേതാവായിരിക്കുന്ന ക്രിസ്തു ഇപ്രകാരം പറയുന്നു, നാം ഫലം കായ്ക്കേണ്ടതിനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിലെ നേതാക്കന്മാരുടെ പോലെയല്ല ഹല്ലേലൂയ സ്തോത്രം ഈ ജഡസ്വഭാവമുള്ള ഹല്ലേലൂയ ഭൂമിയിലുള്ള മറ്റുള്ള നേതാക്കന്മാർ തങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുന്ന തങ്ങളുടേതായ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾക്കും ഉയർച്ചയ്ക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നിൽക്കുമ്പോൾ ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം അണികളുടെ അല്ലെങ്കിൽ തന്നെ അനുഗമിക്കുന്ന ജനത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു വിടുതലിന്, ഫലം കായ്ക്കേണ്ടതിന്, ഫലം നിലനിൽക്കേണ്ടതിന്, അവർക്ക് നന്മ വരേണ്ടതിനാണ്, അനുഗമിക്കുന്ന അനുയായികൾക്ക് നന്മ ആഗ്രഹിക്കുന്ന ഒരു നേതാവിനെ നമുക്കിവിടെ വചനത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിന് വേണ്ടിയാണ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്വന്തം ഉന്നമനത്തിന് വേണ്ടിയല്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത നന്മകൾ, അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം നാമത്തിന് വേണ്ടിയാണോ? ഹല്ലേലൂയ സ്തോത്രം. സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല പ്രിയരെ, നമ്മുടെ വിടുതലിനാണ് അവൻ നമ്മെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂമിയിൽ നിന്നും നമ്മെ തെരഞ്ഞെടുത്ത് നമുക്ക് അഹങ്കരിക്കുവാനും നിഗളിക്കുവാനും ഒന്നുമില്ല. എന്നാൽ അത് ഹല്ലേലൂയ ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം നാം ഒരിക്കലും കുറച്ചു കാണേണ്ട അനുഭവമല്ല. കാരണം ഹല്ലേലൂയ സ്തോത്രം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ, നമ്മുടെ ജീവനുള്ള ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം ജഡമായി തീർന്ന ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിൽ അത് വലുതായൊരു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിഷയമാണെന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിൽ ചില ഫലം കായ്ക്കേണ്ടതിന്. ഹല്ലേലൂയ ആ ഫലം നാം എന്ത് ചെയ്യണം? നിലനിർത്തി കൊണ്ടുപോകേണ്ടതിനും ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മെ അതിനു വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ക്രിസ്തു തന്റെ സ്വർഗ്ഗാരോഹണ സമയത്ത് ഹല്ലേലൂയ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? അനേക പേരെ എന്ത് ചെയ്യണം? ശിഷ്യരാക്കി കൊള്ളുവീൻ. ഹല്ലേലൂയ നാം ദൈവത്തിന്റെ വചനം പറയുകയും ഈ സത്യത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യണമെന്ന്, ശിഷ്യരാക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പുറമേ സംഘടനകൾക്കോ മറ്റുള്ള ജനത്തെ കൂട്ടുന്നതിനോ ഹല്ലേലൂയ അതിനു വേണ്ടിയല്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്ര കൂട്ടായ്മ കൂട്ടുന്നതിന് വേണ്ടിയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള ഈ ജഡത്തിന്റെ പ്രവൃത്തികളിലൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് തങ്ങളുടെ ജീവിതം ഒരു മുഴ കയറിലോ ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ള വിഷയങ്ങളോട് അവസാനിപ്പിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ആ പ്രിയരോട് ഹല്ലേലൂയ സ്തോത്രം അറിവില്ലാത്തവരോട് പറയാ, ഇല്ല, ഒരു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പ്രൈസലോട് അവൻ ജനിച്ചു, അല്ല മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം കൈക്കൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്ക് പരിഹാരമാണെന്ന് നമ്മുടെ നേതാവ് പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം പ്രൈസലോട്. നമ്മുടെ കണ്ണാലെ കാണുന്ന പല നേതാക്കന്മാരും ഹല്ലേലൂയ പലതും നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും പ്രിയരെ. ഈ സമയം വചനം കേൾക്കുന്നവരോട് പറയട്ടെ, എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അതോർത്ത് ഭാരപ്പെടേണ്ട കേട്ടോ. ഭൂമിയിലുള്ള ഒരു നേതാവിനെ പറയുന്നേക്കാൾ ഉപരിയായിട്ട് നാം നമ്മുടെ വിഷയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഒരു പക്ഷേ ക്രിസ്തുവിനെ ഏറ്റെടുക്കാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാത്ത ഹല്ലേലൂയ സ്തോത്രം സ്വീകരിക്കാത്തവരാണെങ്കിലും ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഈ നിമിഷം ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നാവ് കൊണ്ട് ഏറ്റു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായ അധികാരം കിട്ടിയ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഭൂമിയിലെ എന്ത് വിഷയം ആയിക്കൊള്ളട്ടെ ഹല്ലേലൂയ സ്തോത്രം അതിനെ വിഷയങ്ങൾ ദൈവാത്മാവ് നമ്മുടെ കരങ്ങളിൽ തരുവാനും അത് കവർ ചെയ്യുവാനും, അത് മാത്രമല്ല ഈ ഭൂമിയിൽ ഒരു വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രിയരെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആത്മാവിന്റെ വിടുതലിനും ഹല്ലേലൂയ സ്തോത്രം നാം നശിച്ചു പോകാതെ പ്രൈസ് ലോർഡ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ലോർഡ് ദൈവസന്നിധിയിൽ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സ്തോത്രം പ്രിയരെ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്
ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ദൈവം എന്താണ് പറയുന്നത്? നമ്മളെ ജീവിതത്തെ നശിപ്പിക്കുന്ന ചില വിഷയങ്ങൾ അകറ്റി മാറ്റാനല്ലേ ക്രിസ്തു പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന നല്ല ചിന്തകളെ നൽകുന്നതാണ് വചനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനാൽ തന്നെ ഹല്ലേലൂയ ഇതിനെ വിമർശിക്കുകയല്ല കേട്ടോ വേണ്ടത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ എനിക്ക് എന്തെങ്കിലും നന്മ നെക്സ്റ്റ് സ്റ്റെപ്പ് മുതൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവമേ, ഞാൻ ആയിരിക്കുന്ന ഈ രോഗത്തിൻ്റെ അവസ്ഥ, ഇല്ലെങ്കിൽ ഞാനൊരു ഭാവിയില്ലാതെ ഈ ഹല്ലേലൂയ സ്തോത്രം നശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇല്ലെങ്കിൽ എനിക്ക് ഇനി ഒരു ഉദാഹരണം വിടുതലും ഇല്ലല്ലോ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ഹല്ലേലൂയ സ്തോത്രം ഇതുവരെ നാം കണ്ടിന്യൂ ചെയ്ത് ഈ ഹല്ലേലൂയ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ജീവിച്ചവരാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഇപ്പോൾ ഹല്ലേലൂയ ഈ വചനപ്രകാരം ഒരു വിടുതലുണ്ട് കേട്ടോ. ഹല്ലേലൂയ ഇപ്പോൾ നാം ഏറ്റെടുക്കുകയാണെങ്കിൽ ദൈവമേ എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പറയുകയാണെങ്കിൽ നിശ്ചയമായി പ്രിയരെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവരോട് പറയട്ടെ, ഭാരപ്പെടേണ്ട കേട്ടോ. ഒരു ക്രിസ്തു നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഇപ്പോഴും സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നേതാവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യർ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിച്ച് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി നമ്മെ തിരഞ്ഞെടുത്ത ഹല്ലേലൂയ സ്തോത്രം ആ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇപ്പോൾ വചനം കേൾക്കുന്നവരോട് പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ആദ്യമായി ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നവരോ ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിനെ ഏറ്റെടുക്കാത്തവരോട് പറയട്ടെ, ഈ നിമിഷം ഹല്ലേലൂയ ക്രിസ്തു നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അതുകൊണ്ടാണ് ഈ നിമിഷം ഹല്ലേലൂയ കടന്നു വരുവാൻ, ഈ വചനം കേൾക്കുവാനും ഇടയായി തീർന്നത്. അതിനാൽ പറയട്ടെ, ഈ നിമിഷം നമ്മൾ ഒരു ഹല്ലേലൂയ സമയം നഷ്ടപ്പെടുത്തി കളയാതെ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം ആ നല്ല നേതാവിൻ്റെ ഹല്ലേലൂയ ആ നേതാവിൻ്റെ കരങ്ങളിലേക്ക് അവനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നമുക്ക് ഏവർക്കും മുന്നോട്ട് പോകാമെന്ന് ഹല്ലേലൂയ സ്തോത്രം നിത്യജീവിതത്തിന് വേണ്ടി ആയിരിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ വചനത്താൽ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇത്രയും സമയം അനുവദിച്ചു തന്ന പ്രൈസ് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ അഡ്മിന്മാരുടെ എല്ലാം ദൈവം സഹായിക്കും, മാനിക്കും ചെയ്യുമാറായിട്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം സ്വർഗീയ പിതാവേ, ദൈവമേ ഹല്ലേലൂയ ഈ പ്രയർ ഗ്രൂപ്പിൽ എല്ലാവരും ദൈവം സഹായിക്കണമേ. ഫേസ്ബുക്ക് പേജിൽ ദൈവം അനുഗ്രഹിക്കണമേ. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഒരു ആത്മാവിൻ്റെ പുതുക്കത്തോടെ ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. അപ്പാ ഈ ഭൂമിയിലുള്ള ജീവിതമല്ല കർത്താവേ, നിത്യജീവന്റെ മൊഴികൾ നിങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ, ഹല്ലേലൂയ ആ വചനങ്ങൾ ശ്രവിപ്പാൻ, ആ ജീവിതം ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീയ ജീവിതം ഏറ്റെടുപ്പ് അത് പ്രകാരം ജീവിപ്പാൻ, ഫലം കായ്പാൻ, നിലനിൽക്കേണ്ടതിനും ദൈവമേ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഒരിക്കൽ കൂടി അഡ്മിന്മാരെല്ലാം അനുഗ്രഹിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ പ്രിയ റോസിലാൻഡിയുടെ പ്രത്യേകം ദൈവം സഹായിക്കും, മാനിക്കും ചെയ്യണമേ. അപ്പോൾ ഹല്ലേലൂയ എല്ലാവരും ദൈവമേ വചനം തുറന്ന് കേൾക്കുന്നവരെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഉദാഹരണം വിടുതൽ വചനം നിമിത്തം. അപ്പോൾ ആ വചനം സംസാരിക്കുന്നു, ഇരുപാത മൂർച്ചയുള്ള വാളായി ഏത് അന്തരങ്ങൾ ശോധന ചെയ്യുന്ന വചനം ദൈവമേ വചനം കേൾക്കുന്നവരുടെ മധ്യ ഇറങ്ങിച്ചെന്ന് ഒരു വിടുതലിന്റെ കരം ദൈവം ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവർ ആരും അപ്പം നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം ഇടയാക്കി തീർക്കരുത്. ഭൂമിയിൽ ദൈവത്തെ കാണാതെ ദൈവസന്നിധിയിൽ നിന്ന് അപ്പം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സ്വർഗം ഇടയാക്കി തീർക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളേൽപ്പിട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന് തന്നെ ആമേൻ. ഈ വചനത്തിലേക്ക് ക്ഷണിച്ച റോസ്ലാൻഡിയുടെ പ്രത്യേകം നന്ദി പറയുന്നു. അഡ്മിന്മാർക്ക് എല്ലാവർക്കും അതിൻ്റെ സംഘടന പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം വാക്കുകൾ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.